കിയ സെൽറ്റോസിൻ്റെ ഡ്രൈവ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലുക്സ് എപ്പോഴും സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം. പക്ഷേ ഈ ഒരു ലുക്സ് കാരണം തന്നെ ഈ വാഹനം കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുണ്ട്. ലൈക്ക് ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി വലിയ വാഹനം പോലെ ഫീൽ ചെയ്യും. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഹെഡ് ലാംപ്സ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സ്ട്രിപ്സ് കാണാൻ പറ്റും. ഇത് 3ഉം DRL-ആണ്. ഇത് ആക്ച്വലി DRL-ആണ്, പക്ഷേ ഇത് തന്നെ ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യും. മുകളിൽ കാണുന്ന ഹൈ ബീം, താഴെ കാണുന്നത് ലോ ബീം. ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് ക്ലസ്റ്റർ. ടൈഗർ നോസ് ഡിജിറ്റൽ ഗ്രിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കിയ ഫാമിലിയിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന സംഭവമാണ്. ഈ ഒരു വാഹനത്തിൽ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് കാരണം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് കുറച്ചും കൂടി ഒരു മെച്യൂർ ഫേസ് കിട്ടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എഞ്ചിനിലൊരു മാറ്റമല്ല. ആക്ച്വലി എനിക്കറിയാം എഞ്ചിനിലൊരു മാറ്റമല്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. സോ സെൽറ്റോസിൻ്റെ ജനറേഷൻ 2ൻ്റെ അകത്ത് വരുന്ന ഹൈഡ്രോളിക് സ്റ്റഡ്സ് ആണ്. അപ്പോൾ ഹൈഡ്രോളിക് സ്റ്റഡ്സ് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം മാറിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ K3 പ്ലാറ്റ്ഫോമിലാണ്. K3 പ്ലാറ്റ്ഫോം ആകുമ്പോൾ വാഹനം കുറച്ചും കൂടി സോളിഡ് ആവും. ഇൻ ടേംസ് ഓഫ് ഇതിനകത്ത് യൂസ് ചെയ്ത മെറ്റൽസിലൊക്കെ മാറ്റം വരും. സോ അത് കാരണം ഇതിന് വെയിറ്റ് വന്നിട്ടുണ്ടാവും. അത് കാരണം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എഞ്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഡീസലാണ്. സോ ഡീസലിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 116 PS അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ടോർക്ക് ഉണ്ട് 250 Nm. അതിലൊരു മാറ്റമില്ല. സോ ഇതിന് മുമ്പത്തെ ജനറേഷൻ്റെ സെയിം സംഭവമാണ്. സോ നിങ്ങൾ വിചാരിക്കായിരിക്കും ഈ വണ്ടിനകത്ത് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ K3 പ്ലാറ്റ്ഫോമിലേക്ക് പോയപ്പോൾ ഇതിൻ്റെ ഡ്രൈവബിലിറ്റി ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നന്നായിട്ടത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇതല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ 2 എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് ടർബോ പെട്രോൾ, അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 160 PS അതുപോലെ 253 അതും ഹെൽത്തി ആയിട്ടുള്ള ടോർക്കാണ്. ഇത് മാത്രമല്ല തന്നെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡും കൂടി അവൈലബിൾ ആണ്. അത് 115 PS അതുപോലെ തന്നെ 144 Nm ഓഫ് ടോർക്ക് നൽകുന്ന ഒരു എഞ്ചിനാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ടയർ സൈസ്. അപ്പോൾ ടയർ സൈസ് ഇതിനകത്ത് വന്ന് 18 ഇഞ്ചസിൻ്റെയാണ്. ഇത് മാത്രമല്ല തന്നെ ഇതിൻ്റെ വേരിയൻറ്റ് താഴുന്നതനുസരിച്ച് ഇതിനകത്ത് 17 ഇഞ്ചിൻ്റെ ടയർ സൈസും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വന്ന അലോയ് പാറ്റേൺ. അപ്പോൾ കിയയുടെ വാഹനത്തിനകത്ത് നമ്മൾ ഈ അലോയ് പാറ്റേൺ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കണ്ട ഈ ഒരു ഗ്രീൻ കളർ കാലിപ്പേഴ്സ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഞാനും അങ്ങനെ സ്ഥിരമായിട്ടൊരു സ്പോർട്സ് കാറിനല്ലാത്ത എവിടെയും കണ്ടിട്ടില്ല. സോ ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. സോ എങ്ങനെയുണ്ട് സെൽറ്റോസ് Gen 2ൻ്റെ ഇൻറ്റീരിയേഴ്സ്? സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു വാവ് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വാവ് ഫാക്ടർ ഇല്ല. ഇൻ ടേംസ് ഓഫ് ഡിസൈൻ അല്ല, ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. സോ ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. അത് മാത്രമല്ല ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ നല്ല രീതിക്കുള്ള റിഫ്ലക്ഷൻസ് അത് നൽകുന്നുണ്ട്. ഇനി സ്ക്രീനിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്ക്രീനാണ് 30 ഇഞ്ചിൻ്റെ. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫർടൈൻമെൻറ്റ് കൂടെ തന്നെ ഇവിടെ ഒരു 5 ഇഞ്ചിൻ്റെ AC ക്ലസ്റ്റർ അവൈലബിൾ ആണ്. സോ സ്റ്റിയറിംഗിൽ വന്ന മാറ്റങ്ങൾ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റി ആദ്യം ഞാൻ പറയാം, പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഷേപ്പും മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. സോ ഇതിന് മുമ്പത്തെ ജനറേഷൻ പോലെയല്ല, ഇതിൻ്റെ അകത്ത് ഒരു 79 Nm ടോർക്ക് കൂടിയിട്ടുണ്ട്. യെസ്, സോ ഇതിനകത്ത് BLAC മോട്ടറിൽ വന്ന മാറ്റം കാരണം തന്നെ നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് പെർഫോമൻസ് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഈ വണ്ടിയുടെ സെക്കൻഡ് റോയിൽ എങ്ങനെയുണ്ട് ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങൾ. ആക്ച്വലി കംഫർട്ടബിൾ ആണ്, കാരണം ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്താണ്. അതിൻ്റെ അകത്ത് ഞാൻ റിയറിലെടുത്തിട്ടും യാത്ര ചെയ്തു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സസ്പെൻഷൻ, അതിൻ്റെ ചേസിയുടെ റിജിഡിറ്റി, അത് മാത്രമല്ല ഇതിനകത്ത് വന്ന് ഇത്രയും കുഷൻ, നോർമലി ഇത്രയും കുഷനൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഞാൻ വണ്ടിനകത്ത് കണ്ടിട്ടില്ല. അത് കാരണം തന്നെ നമുക്ക് ഭയങ്കര സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സെൽറ്റോസിൻ്റെ ഏറ്റവും ഫൺ ടു ഡ്രൈവ് വേർഷനാണ്. യെസ്, പെട്രോൾ ടർബോ. ഇപ്പം എന്താണ് ഡീസലും പെട്രോളും തമ്മിൽ വ്യത്യാസം? ഈ ഒരു പുള്ളിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പെപ്പീനസ് ആണ് വലിയ മാറ്റം. സോ അതിനകത്ത് 160 PS അതുപോലെ 253 Nm ഓഫ് ടോർക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ അത് വലിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. സുഖമായിട്ട് 140, 160, 170. പക്ഷേ ഒരു മാറ്റം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഹൈ സ്പീഡ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ അറൗണ്ട് ഒരു 140+ ഒക്കെ പോകുമ്പോൾ ഈ വണ്ടി കുറച്ചുകൂടി ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും ഇഫ് കമ്പയർ ടു ഡീസൽ. കാരണം ഡീസൽ കുറച്ചും കൂടി എന്താ പറയുക, നമുക്കൊരു ധൈര്യം നൽകും, പ്രത്യേകിച്ച് കോർണേഴ്സ് ചെയ്യാനൊക്കെ. പക്ഷേ അതിൻ്റെ 0 to 100 അതുപോലെ അത് ഇനീഷ്യലി നമ്മൾ പുഷ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഒരു ഡിലേ എന്തായാലും ഉണ്ട്. പക്ഷേ അതല്ലാതെ ഓടിക്കാൻ രസം, പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ വെട്ടിച്ച് പോകാനുള്ള ഫീൽ കിട്ടാനുള്ളൊരു കണ്ടോ. ഈ ഒരു ഫൺ ടു ഡ്രൈവ് ആക്ച്വലി പെട്രോൾ തന്നെയാണ്. ഇപ്പോൾ ഉള്ള വാഹനങ്ങളുടെ ഗുണം എന്താ വെച്ചാൽ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് ഫീച്ചേഴ്സ് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ടു സെയിം ആണ്. സോ പറയാനുള്ള ഭയങ്കര സിമ്പിളാണ്. അത് നിങ്ങൾക്ക് വേണ്ടത് ഫൺ ആണെങ്കിൽ ഉറപ്പായിട്ടും പെട്രോളിലേക്ക് പോവുക. ബട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്, ഫ്യൂൽ എഫിഷ്യൻസിയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സംഭവമെങ്കിൽ ഉറപ്പായിട്ടും ഡീസൽ കൺസിഡർ ചെയ്യുക.